ഒമാനിൽ കുടുംബ വിസ പുതുക്കാൻ സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ വേണമെന്നത് സ്ഥിരീകരിച്ച് ഇന്ത്യൻ എംബസി. ഔദ്യോഗിക വിശദീകരണം അധികൃതർ നൽകിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്തൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അജി കുഞ്ഞുമോൻ വിശദീകരിക്കും. അജി, ഇതുമായി സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ഏത് രീതിയിലായിരിക്കണം, എന്തൊക്കെ രേഖകളാണ് ഇതിനായി ആവശ്യമായുള്ളത്? അമൃത, പ്രദേശ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട രേഖകളെല്ലാം തന്നെയും ഹാജരാക്കണം. നിർണായകമായ വിവരങ്ങളും ഒപ്പം തന്നെ എംബസി അറ്റസ്റ്റേഷനും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിർബന്ധമാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഈ കുടുംബ വിസയുമായി പുതുക്കിയ സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ ഏതൊക്കെയാണ്, വിദ്യാർത്ഥികൾക്ക് ഏതാണ് വേണ്ടത്, പങ്കാളികൾക്ക് ഏതാണ് വേണ്ടത് എന്നൊക്കെ കൃത്യമായി തന്നെ നമുക്ക് ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്ക് നോക്കാം. ഒമാനിൽ കുടുംബ വിസ പുതുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. അത് ആദ്യം കുട്ടികളുമായി ബന്ധപ്പെട്ട തന്നെ നമുക്ക് പറയാം. അമൃത, കുട്ടികളുടെ ID കാർഡ് പുതുക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനമായും വേണ്ടത് ഒറിജിനൽ പാസ്പോർട്ടാണ്. വിസ പേജിന്റെ പകർപ്പ്, ജനന സർട്ടിഫിക്കറ്റ്, മാതാപിതാക്കൾ നേരിട്ട് ഹാജരാകണം എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വിസ പുതുക്കാൻ റോയൽ ഒമാൻ പോലീസ് ഇത്തരത്തിലുള്ള രേഖകൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കുട്ടികളുടെ ID കാർഡ് പുതുക്കുന്നതിന് ഒറിജിനൽ പാസ്പോർട്ട്, വിസ പേജിന്റെ പകർപ്പ്, ജനന സർട്ടിഫിക്കറ്റ് ഇത് വിദേശകാര്യ മന്ത്രാലയം സാക്ഷ്യപ്പെടുത്തിയതായിരിക്കണം. മാതാപിതാക്കൾ നേരിട്ട് ഹാജരാകണം എന്നുള്ളതാണ് അതിലെ ഒരു മാറ്റം എന്നുള്ളത്. മറ്റൊന്ന്, പങ്കാളിയുടെ വിസ പുതുക്കാൻ വേണ്ടി, അതായത് ഭാര്യ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ട് അവർ പോകുമ്പോൾ ഫാമിലി വിസയിൽ ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ വിസ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാറ്റമാണ്. ഒന്ന്, വിവാഹ സർട്ടിഫിക്കറ്റ് വേണം. രണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുടെ ഒറിജിനൽ പാസ്പോർട്ടുകൾ. മൂന്ന്, ഭർത്താവും ഭാര്യയും നേരിട്ട് ഹാജരാകണം എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഒറിജിനൽ പാസ്പോർട്ടുകൾ ഉണ്ടാവണം, ഭർത്താവും ഭാര്യയും ഹാജരാകണം. ഒറിജിനൽ പാസ്പോർട്ട്, പഴയ ID, വിസ പേപ്പർ, അതായത് ഈ പ്രോസസ്സിംഗ് ഓഫീസ് ആവശ്യപ്പെടുന്ന പകർപ്പ് അല്ലെങ്കിൽ ഒറിജിനൽ എന്നിവയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വേണ്ടത്. മറ്റൊന്ന്, ജീവനക്കാരുടെ ID കാർഡ് പുതുക്കാൻ വേണ്ട രേഖകളാണ്. ഒന്ന്, ഒറിജിനൽ പാസ്പോർട്ട്, പഴയ ID കാർഡ്. മൂന്ന്, വിസ പ്രോസസ്സിംഗ് ഓഫീസ് ആവശ്യപ്പെടുന്ന പകർപ്പ്, അതിൻ്റെ ഒറിജിനൽ എന്നിവയാണ് ജീവനക്കാരുടെ ID കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് വേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ജനന വിവാഹ സർട്ടിഫിക്കറ്റുകൾ വിദേശകാര്യ മന്ത്രാലയം സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. മന്ത്രാലയത്തിന് മുൻപ് അതത് രാജ്യങ്ങളുടെ എംബസികൾ സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇന്ത്യൻ എംബസിയുടെ ഔദ്യോഗിക വിസ, പാസ്പോർട്ട് എന്നിവയിൽ സാക്ഷ്യപ്പെടുത്താനായി നിരവധി സംവിധാനങ്ങൾ നമുക്ക് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇത് സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, കുട്ടികളുടെ ID കാർഡ് പുതുക്കുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പങ്കാളിയുടെ വിസ പുതുക്കാനുള്ള കാര്യം പറഞ്ഞു. ജീവനക്കാരുടെ ID പുതുക്കാനുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മന്ത്രാലയത്തിന് മുൻപ് അതത് എംബസികളുടെ സാക്ഷ്യപ്പെടുത്തൽ എന്നിവയാണ് നമുക്ക് വേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യക്കാർ വിസ, പാസ്പോർട്ട് എന്നിവ സാക്ഷ്യപ്പെടുത്താൻ SGVIS വഴി അപേക്ഷിക്കാം എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ എംബസി സാക്ഷ്യപ്പെടുത്തേണ്ട രേഖകൾ അപ്പോയിൻമെന്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം SGVIS സെന്ററുകളിൽ സമർപ്പിക്കാം. അപ്പോയിൻമെന്റുകൾ വരുമ്പോൾ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് കൊണ്ടുവരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. ഈ SGVIS സെന്ററുകളിൽ പോകുമ്പോൾ എല്ലാത്തിൻ്റെയും കോപ്പികൾ എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ അസൽ സർട്ടിഫിക്കറ്റും ഒറിജിനൽ സർട്ടിഫിക്കറ്റും കൊണ്ടുവരണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ് അമൃത ഉള്ളത്. ശരി, അതേ കുഞ്ഞുമോനാണ് കാര്യത്തിന്റെ വിശദമായ വിവരങ്ങളൊക്കെ തന്നെ